6 പ്രത്യേക ട്രെയിനുകളുടെ സർവീസ് അവസാനിപ്പിക്കുന്നു. തിരക്ക് കുറയ്ക്കാൻ തുടങ്ങിയ ട്രെയിനുകളുടെ ഓട്ടമാണ് അവസാനിപ്പിക്കുന്നത്. കേരളത്തിലൂടെ ഓടുന്ന 4 പ്രതിവാര ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നടത്തിപ്പ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർവീസ് അവസാനിപ്പിക്കുന്നത് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കാനൊരുങ്ങുന്ന ഈ സാഹചര്യത്തിലും ഈ സമയത്തും ട്രെയിൻ സർവീസ് നിർത്തുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ശനിയാഴ്ചകളിൽ ഓടുന്ന മംഗളൂരു കോയമ്പത്തൂർ മംഗളൂരു പ്രതിവാര വണ്ടി ജൂൺ 8 മുതൽ ജൂൺ 29 വരെയുള്ള സർവീസാണ് നിർത്തിയത്. മെയ് 25, ജൂൺ 1 സർവീസുകൾ നിലനിർത്തിയിട്ടുണ്ട്. ബംഗളൂരു കോട്ടയം മംഗളൂരു റൂട്ടിലെ പ്രത്യേക തീവണ്ടി റെയിൽവേ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഒരു സർവീസ് നടത്തിയ തീവണ്ടിയാണ് പെട്ടെന്ന് നിർത്തിയത്. ഏപ്രിൽ 20 മുതൽ ജൂൺ 1 വരെയായിരുന്നു തീവണ്ടി പ്രഖ്യാപിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇത് ശനിയാഴ്ചകളിൽ മാത്രമായിരുന്നു സർവീസ്. ഏപ്രിൽ 20 ഈ വണ്ടി ഓടുകയും ചെയ്തു. അതേസമയം ജോലിഭാരം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ ദക്ഷിണ റെയിൽവേയുടെ ലോക്കോ പൈലറ്റുമാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റദ്ദാക്കിയ ട്രെയിനുകളുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്. 1. മംഗളൂരു കോയമ്പത്തൂർ പ്രതിവാര വണ്ടിയാണ് നിർത്തിവെച്ചത്. ശനിയാഴ്ചകളിൽ മാത്രമാണ് ഓടുന്നത്. ജൂൺ 8 മുതൽ 29 വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത്. കോയമ്പത്തൂർ മംഗളൂരു പ്രതിവാര വണ്ടിയാണ് രണ്ടാമതായി നിർത്തിവെച്ചിട്ടുള്ളത്. ജൂൺ 8, 29 വരെയാണ്. ജൂൺ 8 മുതൽ 29 വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൊച്ചുവേലി നിസാമുദ്ദീൻ പ്രതിവാര വണ്ടിയാണ് മൂന്നാമതായി നിർത്തിവെച്ചിരിക്കുന്നത്. ജൂൺ 7 മുതൽ 28 വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത്. നാലാമതായി നിസാമുദ്ദീൻ കൊച്ചുവേലി പ്രതിവാര വണ്ടിയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ജൂൺ 10 മുതൽ ജൂലൈ 1 വരെയാണ് സർവീസ് നിർത്തിയതായി അറിയിച്ചിരിക്കുന്നത്. അഞ്ചാമതായി ചെന്നൈ വേളാങ്കണ്ണി ട്രെയിനാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ജൂൺ 29 മുതൽ ജൂൺ 30 വരെയാണ് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. വേളാങ്കണ്ണിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആറാമതായി നിർത്തിവെച്ചിരിക്കുന്നത്. ജൂൺ 22 മുതൽ ജൂലൈ 1 വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.